പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ബിസിനസ് പ്രവർത്തനങ്ങളുടെ വിഭജനം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ബിസിനസ് പ്രവർത്തനങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. അതായത് ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. That is, one industry, second one commerce. കച്ചവട പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇൻഡസ്ട്രി, അതായത് വ്യവസായം. രണ്ട് കൊമേഴ്സ്, അതായത് വാണിജ്യം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ വ്യവസായം എന്താണെന്ന് നമുക്ക് നോക്കാം. വ്യാവസായിക പ്രവർത്തനങ്ങളുടെ വളർച്ച ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം എന്താണ് ഇൻഡസ്ട്രി നോക്കാം. ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ നിർവചനത്തിൽ നമ്മൾ പറഞ്ഞു ബൈയിങ്, പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പ്രോഫിറ്റ് ആണ്. ഇതിൽ പ്രൊഡക്ഷൻ എന്നൊരു ആസ്പെക്ട് വരുമ്പോഴാണ് അതിനെ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കാണുന്നത്. ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് വ്യവസായം. അതായത് റോ മെറ്റീരിയൽ വാങ്ങിക്കുകയും ആ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. അപ്പം വ്യവസായം എന്നത് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരികയും വിവിധ പ്രോസസ്സിലൂടെ, വിവിധ പ്രക്രിയയിലൂടെ അതിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്, പ്രക്രിയ നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ വ്യവസായം എന്ന് പറയുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളെ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ, തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വ്യവസായം. ഈ വ്യവസായ പ്രവർത്തനങ്ങളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഇതിൽ പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. Primary industries. These include all those activities which are concerned with the extraction and production of natural resources and reproduction and development of living organisms, plants, etc. പ്രാഥമിക വ്യവസായത്തെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം. പ്രൈമറി ഇൻഡസ്ട്രി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. അതായത് പ്രകൃതിജന്യ വ്യവസായം, ജനിതക വ്യവസായം. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It extracts product from natural resources. പ്രകൃതിജന്യ വിഭവങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യവസായത്തെയാണ് പ്രകൃതിജന്യ വ്യവസായം എന്ന് പറയുന്നത്. ഫാമിംഗ്, മൈനിങ്, ലുംബറിംഗ്, ഹണ്ടിംഗ് ആൻഡ് ഫിഷിംഗ് ആർ സം എക്സാമ്പിൾസ്. Product of extractive industry may be a raw material for secondary industry. For example, timber may be used for furniture making, metal from quarry used for construction, etc. These industries are engaged in breeding plants and animals for their use in further reproduction. സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും പ്രത്യുൽപാദനത്തിലൂടെ ലാഭം കൊയ്യുന്ന ബിസിനസ്സാണ് ജനിതക വ്യവസായം. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന സെറികൾച്ചർ, മുട്ട വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുകയും മറ്റും ചെയ്യുന്ന പോൾട്രി ഫാമിംഗ്, കന്നുകാലികളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്,
മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഫിഷ് ഹാച്ചറി അല്ലെങ്കിൽ പിസികൾച്ചർ, തേനീച്ച വളർത്തുന്ന ആപ്പികൾച്ചർ ഓർ ബീ കൾച്ചർ, പലതരം പ്ലാന്റ്സ് പോലുള്ള കാര്യങ്ങൾ വളർത്തുന്ന ഹോർട്ടിക്കൾച്ചർ, ഇതൊക്കെ ജനറ്റിക് ഇൻഡസ്ട്രിയുടെ ഉദാഹരണങ്ങളാണ്. സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായത്തെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇതിൽ അതായത് ഉൽപാദന വ്യവസായം എന്നും നിർമ്മാണ വ്യവസായം എന്നും നമുക്ക് വേർതിരിക്കാം. ഇതിൽ ഉൽപാദന വ്യവസായവും നിർമ്മാണ വ്യവസായവും എന്താണെന്ന് നമുക്ക് നോക്കാം. Indian manufacturing sector contributes about 15% of India's GDP and 50% to the country's exports. The manufacturing sector employed 58 million people, about 12% of the workforce in 2008. These industries are engaged in producing goods through processing raw material. അസംസ്കൃത വസ്തുക്കളെ പ്രക്രിയയിലൂടെ ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിനെയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മേ ബി അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിംഗ് ആൻഡ് അസംബ്ലിംഗ്. Analytical industry which analyzes and separate different elements from the same material. അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് നമുക്ക് വിളിക്കാം. ഓയിൽ റിഫൈനറി ഒരു ഉദാഹരണമാണ്. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി വിച്ച് കമ്പൈൻസ് വാരിയൻസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രൊഡക്റ്റ്. പല അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ നമുക്ക് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. സിമന്റ് ഫാക്ടറി ഒരു ഉദാഹരണമാണ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി വിച്ച് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിംഗ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. വിവിധ പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ നമുക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. പഞ്ചസാര ഫാക്ടറി ഒരു ഉദാഹരണമാണ്. Assembling industry which assembles different components parts to make a new product. വിവിധ കോമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് അസംബ്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഉദാഹരണമാണ്. Another classification of secondary industry is construction industry. These industries are engaged in the construction of buildings, dams, tunnels, roads, etc. റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസായമാണ് നിർമ്മാണ വ്യവസായം. നേരത്തെ ഇത്തരം വ്യവസായങ്ങളിൽ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള വ്യവസായങ്ങളാണെങ്കിലും ഇപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറി ഇത്തരം വ്യവസായങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇൻഡസ്ട്രിയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് തൃതീയ വ്യവസായം, ടേർഷ്യറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയെയും സെക്കൻഡറി ഇൻഡസ്ട്രിയെയും സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വ്യവസായമാണ് തൃതീയ വ്യവസായം, അതായത് ടേർഷ്യറി ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് സേവനപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇൻഡസ്ട്രിയാണ് ടേർഷ്യറി ഇൻഡസ്ട്രി. സാധനങ്ങൾ പ്രൈമറി ഇൻഡസ്ട്രിയിലെയും സെക്കൻഡറി ഇൻഡസ്ട്രിയിലെയും സാധനങ്ങളുടെ മൂവ്മെന്റ് സാധ്യമാക്കുന്ന ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ് മുതലായവയാണ് ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ കാണാൻ വേണ്ടി കഴിയുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതുവരെ നിങ്ങൾ ഇൻഡസ്ട്രി എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.